ഇന്ത്യയുടെ S-400 ഈ S-400 ഇന്ത്യക്ക് റഷ്യ നൽകിയതാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് ഈ S-400 എത്തുന്നത് നമുക്ക് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ പോലും സാധിക്കില്ല. റഷ്യ ഒരിക്കലും പാകിസ്ഥാന് S-400 കൊടുക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ S-400 പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ്. അതെങ്ങനെയാണെന്നല്ലേ, യഥാർത്ഥത്തിൽ തുർക്കി വഴിയാണ് പാകിസ്ഥാനിലേക്ക് S-400 എത്തുന്നത്. തുർക്കി പാകിസ്ഥാന് തങ്ങളുടെ S-400 വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലോകമെമ്പാടും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സുരക്ഷാ നയത്തിന് മറ്റൊരു വലിയ തലവേദന ഉയർന്നു വന്നേക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വ്യോമ ഭീഷണികളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഇതേ S-400 സംവിധാനം ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാൻ്റെ കൈകളിലെത്തുന്നു. തുർക്കിയുടെ മുൻ മന്ത്രിയാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. റഷ്യയിൽ നിന്ന് $2.5 ബില്യൺ ഈ സംവിധാനം വാങ്ങിയ തുർക്കി അമേരിക്കയുമായി മികച്ച ബന്ധം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് F-35 വാങ്ങിക്കുകയും അമേരിക്കയെ പ്രീണിപ്പിക്കാനായി അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള റഷ്യയുടെ ഈ S-400 ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവർ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വിഷയം സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഒരു പുതിയ ശീതയുദ്ധത്തിൻ്റെ സൂചന കൂടിയാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ തുർക്കി ബന്ധത്തിലുണ്ടായ കയ്പ് ഇപ്പോൾ സൈനിക തലത്തിൽ പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയും തുർക്കിയും ഇപ്പോൾ ആഗോള നയതന്ത്രത്തിൻ്റെ രണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തിടെ തുർക്കിയുടെ എതിരാളികളായ സൈപ്രസുമായും ഗ്രീസുമായും ഇന്ത്യ നയതന്ത്ര സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ വളർന്നു വരുന്ന അടുപ്പത്തെ ഇന്ത്യ നിസാരമായി കാണുന്നില്ലെന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ തുർക്കിക്ക് കൊടുക്കുകയും ചെയ്തു. പോരാത്തതിന് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ ഗ്രീസ് സന്ദർശനവും പ്രധാനമന്ത്രി മോദിയുടെ സൈപ്രസ് സന്ദർശനവും ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതേസമയം തുർക്കി പാകിസ്ഥാനുമായി സഹകരിച്ച് നിരവധി സൈനിക പദ്ധതികൾ ആരംഭിക്കുകയും വിവിധ ആഗോള വേദികളിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പാകിസ്ഥാന് വിൽക്കുന്നത് ഇന്ത്യക്ക് ഒരു പുതിയ വെല്ലുവിളിയായി മാറിയേക്കാമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും 2017 റഷ്യയുമായി S-400 പ്രതിരോധ സംവിധാനത്തിനായി തുർക്കി കരാറുണ്ടാക്കിയത്. എന്നാൽ ഇതുമൂലം അമേരിക്കയ്ക്ക് വലിയ അസ്വാരസ്യം ഉണ്ടാകുകയും അമേരിക്ക തുർക്കിയെ പരസ്യമായി ശാസിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ F-35 മേടിച്ച് S-400 ഞങ്ങൾ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു നീക്കം തുർക്കി നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.